സാറേ എനിക്കൊരു പരാതിയുണ്ട്. അപ്പുറത്ത് പറ. അപ്പുറത്ത് പോയി പറഞ്ഞു സാറേ. അവരെന്തോ പറഞ്ഞു? അപ്പുറത്ത് പറഞ്ഞത് ഇപ്പുറത്ത് പറയണ സ്വഭാവം എനിക്കില്ല സാറേ. പരാതി എന്തിന്? എന്റെ അച്ഛനെ ലിവർ സിറോസിന്റെ അസുഖമാണ്. എടേ ഇത് ആശുപത്രിയല്ല, വാട്ടർ അതോറിറ്റിയാണ്. ഇതൊക്കെ നീ ഇവിടെ വന്ന് പറയണതിന്? സാറേ 2-3 ആഴ്ചയായിട്ട് എന്റെ വീട്ടിലെ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഡ്രൈ അടിച്ചടിച്ചാണ് എന്റെ അച്ഛന് ലിവർ സിറോസിന്റെ അസുഖമായത്. 2-3 ആഴ്ച വീട്ടില് വെള്ളമില്ല, ഇപ്പോഴാണ് വന്ന് പരാതി പറയണത്. അയ്യോ അപ്പോഴും തന്നെ ഞാൻ ഇവിടുത്തെ ഫോണിൽ വിളിച്ചു. അപ്പം ടെലിഫോൺ കംപ്ലൈന്റ്. ടെലിഫോൺ കംപ്ലൈന്റ് ആയി ടെലിഫോൺ ഓഫീസിൽ പോയി പരാതി പറയണം. അവിടെ പൈപ്പിൽ വെള്ളമില്ലാത്തോണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് കൊള്ളാം. നിനക്ക് നേരെ വാട്ടർ അതോറിറ്റി പരാതി അറിഞ്ഞൂടെ? അതിനല്ലേ ഞാൻ ഇവിടെ വന്ന് നിക്കണത്. ശരിയാണല്ലേ. ഞാൻ ഇനി ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ മണ്ടയിൽ വെക്കും? ഫോണ് കംപ്ലൈന്റ് ആയിരുന്നെങ്കിലേ നീ ഇവിടെ വരാൻ ഇത്രയും ലേറ്റ് ആയതെന്ത്? സാറേ റോഡിന്റെ പണി നടക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ വരും? നീ ഇപ്പൊ എങ്ങനെ വന്ന്? ഇപ്പൊ റോഡിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കണ്ണാടി പോലെ കിടക്കുകയാണ്. മേഖലയത് കൊഞ്ചറ വെമ്പായ റൂട്ട്. ഒരു മിനിറ്റേ. ഹലോ. നമ്മുടെ വെമ്പായം കൊഞ്ചിറ റോഡിലെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കണ്ണാടി പോലെ കിടക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ JCB ഇറക്കി പണി തുടങ്ങിക്കോ. സാറേ നിങ്ങളെയൊക്കെ കാര്യം ഒരു കഷ്ടം തന്നെ. ഞാൻ ഇന്നാൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തൻ റോഡ് കുഴിച്ചു പോണ്, അടുത്ത ബാക്കിൽ നിന്ന് ഒരുത്തൻ മൂടി വരണം. ഇതെന്തൊരു പണി സാറേ? എടാ പൈപ്പ് ഇടാൻ പറഞ്ഞ ഒരുത്തൻ അന്ന് ലീവായിരുന്നു. ഒരുത്തൻ ലീവ് എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് അവിടെ പണി ചെയ്യണ്ടേ? അത് ശരിയാ സാറേ.